ഹായ് ഫ്രണ്ട്സ്, വിനോ ഫിറ്റ്നസ്സിൽ നിന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു 5 ചെസ്റ്റിൻ്റെ വർക്കൗട്ടുകളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല ഒരു 5 വർക്കൗട്ടുകൾ. ഓക്കെ ഫ്രണ്ട്സ്, അതിലാദ്യത്തെ വർക്കൗട്ടാണിത്. ഇത് നമ്മൾ നോർമലായിട്ടുള്ള നമ്മുടെ പുഷപ്പാണ്. ഇത് നമ്മുടെ ചെസ്റ്റിനൊക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. ചെസ്റ്റിനല്ല, ഇത് നമ്മുടെ ട്രൈസെപ്സിനും ബാക്കിനും ഒക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണ്. ഇത് നമ്മളൊരു 15 റെപ്സ് വെച്ചൊരു 4 സെറ്റ് ചെയ്യണം. നമ്മുടെ ചെസ്റ്റ് വളരെ നല്ലോണം പമ്പ് ചെയ്യാനൊക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണ് ഈ പുഷപ്സ് എന്ന് പറയുന്നത്. നമുക്ക് നോർമലി ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുട്ട് അല്പം ഒന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് ഈ പുഷപ്പ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് സെക്കൻഡ് വർക്കൗട്ടാണ്. നിങ്ങൾ ഇതിനൊക്കെയുള്ള 2 ബ്രിക്സ് അല്ലെങ്കിൽ 2 ചുടുകട്ട അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചെറിയ 2 ഡംബിൾസ് ഉണ്ടെങ്കിൽ ആ ഡംബിൾസ് അത് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇത് ചെസ്റ്റ് പ്രസ്സാണ്. ഇത് നമ്മളൊരു 20 റെപ്സിൻ്റെ ഒരു 4 സെറ്റ് ചെയ്യണം. ഇതും നമ്മുടെ ചെസ്റ്റിൻ്റെ ഗ്രോത്തിനൊക്കെ ഒരു നല്ല വർക്കൗട്ടാണ്. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, ഫിറ്റ്നസ്സിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ടുകളൊന്നും അറിയില്ല, നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് വെച്ചാൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് വളരെ നല്ലൊരു വർക്കൗട്ടാണ് ചെസ്റ്റിന് വേണ്ടിയിട്ട്. നിങ്ങൾ താഴോട്ട് വരുമ്പം വളരെ സ്ലോവിൽ വന്നിട്ട് നല്ല രീതിയിൽ സ്ക്വീസ് ചെയ്യുക. നല്ല രീതിയിൽ സ്ക്വീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങളുടെ ചെസ്റ്റിന് നല്ലൊരു ഒരു പമ്പിങ് ഉണ്ടാകുന്ന നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തായിട്ട് 3ാമത്തെ വർക്കൗട്ടാണ്. ഇത് പിരമിഡ് പുഷപ്പ് എന്ന് പറയും. ഇത് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ ചെയ്യാൻ നിങ്ങൾക്ക് പാട് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്പം മുമ്പോട്ട് മടക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഏത് പുഷപ്സ് വർക്കൗട്ടുകളും ഏത് വർക്കൗട്ടുകളും ചെയ്യുമ്പോഴും നിങ്ങൾ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങളുടെ ചെസ്റ്റ് താഴെ തട്ടുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. വളരെ സ്ലോവിൽ താഴോട്ട് വന്നിട്ട് സ്ക്യൂസ് എന്ന് നിങ്ങളുടെ ചെസ്റ്റിന് നല്ല പമ്പിങ് നിങ്ങൾക്ക് തന്നെ ഫീൽ ആവണം. വളരെ നല്ല വർക്കൗട്ടാണ്. നിങ്ങളുടെ ചെസ്റ്റിനും നിങ്ങളുടെ ട്രൈസെപ്സിനും വളരെ നല്ല ഗുണം തരുന്ന ഒരു വർക്കൗട്ടാണിത്. നിങ്ങൾക്കിത് വീട്ടിൽ തന്നെ ചെയ്ത് നിങ്ങൾക്ക് ശീലമാക്കിയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ഇൻക്രീസ് ചെയ്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. അടുത്തായിട്ട് 4ാമത്തെ വർക്കൗട്ടാണ്. ചെസ്റ്റ് ഫ്ലൈസ് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണിത്. അപ്പം ഇതും നിങ്ങൾ ഒരു 20 റെപ്സിൻ്റെ ഒരു 4 സെറ്റ് ചെയ്യണം. നിങ്ങളുടെ എൽബോ, ഞാനിപ്പോൾ ഈ ചെയ്യുന്ന മാതിരി എൽബോ അല്പം ബെൻഡാക്കിയിട്ട് മുകളിലോട്ട് പോകുമ്പോൾ നല്ലോണം സ്ക്വീസ് ചെയ്യണം. ചെസ്റ്റ് നല്ലോണം സ്ക്വീസ് ചെയ്ത് ആ ഒരു ഫീലിംഗ് നിങ്ങൾ തന്നെ അറിയണം. നിങ്ങൾ ഏത് മസിൽ ഗ്രൂപ്പിനാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ ഫീലാവും. അപ്പോഴാണ് നമുക്ക് ആ ഒരു വർക്കൗട്ട് കൊണ്ടുള്ള ഗുണം. അല്ലാതെ ചുമ്മാതെ വെറുതെ ഇങ്ങനെ കൈയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചാലോ ഒന്നും നമുക്ക് മസിൽസ് ആക്ടിവേഷൻ ഉണ്ടാകത്തില്ല. വെറുതെ കുറച്ച് ഇഞ്ചറീസ് വരുത്തിയേക്കാം എന്നല്ലാതെ പ്രത്യേകിച്ച് അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല. നിങ്ങൾ ഒരുപാട് ഓവറായിട്ടുള്ള വെയിറ്റ് പൊക്കിയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഫിറ്റ്നസ്സാണ് ലക്ഷ്യമെങ്കിൽ, ആകർഷകമായ ശരീരമാണ് ലക്ഷ്യമെങ്കിൽ, നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടുകൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. ഇത് ലാസ്റ്റ് വർക്കൗട്ടാണ്. ക്ലോസ് ഗ്രിപ്പ് പ്രസ് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ്. ഇതും നിങ്ങളൊരു 4 സെറ്റ് ചെയ്യണം. 20 റെപ്സിൻ്റെ ഒരു 4 സെറ്റ്. ഇത് നിങ്ങളുടെ ഇന്നർ ചെസ്റ്റ്, നിങ്ങളുടെ ആ ഒരു ചെസ്റ്റിൻ്റെ ഒരു ലൈൻ ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു നല്ല വർക്കൗട്ടാണിത്. നല്ല ആക്ടിവേഷൻ നിങ്ങൾക്കത് മനസ്സിലാവും. അത് ചെയ്യുമ്പോൾ തന്നെ ചെസ്റ്റിനുണ്ടാകുന്ന ആ ഒരു ആക്ടിവേഷൻ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പം ഇതും നിങ്ങൾ ചെയ്യുക. അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും ഞാനിപ്പം ലെഗിൻ്റെയും ഷോൾഡറിൻ്റെയും ബൈസെപ്സിൻ്റെ ഒക്കെ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളതെല്ലാം ഒന്ന് കയറി കാണണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.